വെൽക്കം ടു വീട്ടിലെ രുചി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പാനിഷ് ഓംലെറ്റ് ആണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഉരുളൻകിഴങ്ങ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ മല്ലിയില, സവാള, കാബേജ്, ക്യാപ്സിക്കം, ഒരു ഹാഫ് തക്കാളി, ചീസ്, ഒരു 4 മുട്ട, കുരുമുളക് പൊടി, ഉപ്പ് പൊടി, ഇതെല്ലാം നമുക്കെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാവാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടാവാനായി വെയിറ്റ് ചെയ്യാം. ഈ ഓയിലിലേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നു. ഒരു 2 മിനിറ്റ് ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അരിഞ്ഞു വെച്ചുള്ള 2 സബോള, അതുപോലെ തന്നെ നമ്മുടെ കേബേജ്, പിന്നെ തക്കാളി, ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് പെപ്പർ പൊടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചുള്ള മല്ലിയിലയും ക്യാപ്സിക്കും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 4 മുട്ട നമ്മൾ പറഞ്ഞിരുന്നു, അത് നമുക്ക് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് വയ്ക്കാം. പൊട്ടിച്ച് വെച്ച മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസും തുറന്ന് നോക്കാം. നമുക്കിനി തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഇത് കുക്കായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് തരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ഉപ്പൊക്കെ നന്നായി മിക്സായി കിട്ടും. ഇനി ഈ മിക്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനല്ല ഉദ്ദേശിച്ച് ചൂടാറണം. അത് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ചൂടാറിയ നമ്മുടെ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞുണ്ട് മിക്സ്. നമ്മൾ ചൂടാറാനായിട്ട് വെച്ച ടൈമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ കിഴങ്ങൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെന്ത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓംലെറ്റൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് ഇത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മുടെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പകുതി ഒഴിക്കാൻ പാടുള്ളൂ. തീ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ ചീസ് തൂവി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള മിക്സും കൂടിയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടിയും ഇതേ രീതിയിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ടൈം ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് സെറ്റാണ്. ഇനി നമുക്കിതൊരു നല്ല സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൽ വേറെ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ല. ആകെയുള്ളത് പെപ്പർ പൊടിയും ഉപ്പും മാത്രമാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും.